നീ ചായ കുടിക്കും. സത്യശീല, ഈ അമ്മ മരിച്ച വിഷമത്തിൽ എത്ര നാളിങ്ങനെ ഇരിക്കും? എനിക്കറിയാം നിന്റെ വിഷമം. എനിക്ക് അമ്മ മരിച്ചതല്ല കിട്ടും. അമ്മ മരിച്ചതറിഞ്ഞിട്ട് ചേട്ടൻ ഈ നേരം വരെ വന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഒരു നോക്കി ഞാൻ അവനെ വിളിച്ചതാ. അവൻ്റെ പെണ്ണാ ഫോണെടുത്ത. ഇന്ന് നിങ്ങളുടെ അമ്മ മരിച്ചിട്ട് 3-ാം ദിവസമാണ്. ഈ നേരം വരെ ഇവിടെ കടന്നു വന്നിട്ടില്ല. അതേ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അവിടെ നിൽക്കണം. ഈ പടി ചവിട്ടരുത്. മോനെ സത്യശീല, അവിടെ നിൽക്കണം. ഇവൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിറങ്ങിപ്പോയത് എന്താണെന്ന് അമ്മോനെ അറിയണം. അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് 1 കോടി കൊണ്ട് മാത്രം അറിയത്തുള്ളൂ എന്ന് ഇവൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നോക്കി അറിയുക. ഇവൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് പറയണ്, അമ്മേ ഇതെന്റെ പെണ്ണാണ്, അമ്മേനെ ഇവൾ പൊന്നു പോലെ നോക്കും. എല്ലാം എനിക്കറിയാം. ഒരാഴ്ച തൈനില്ല. അപ്പോഴേക്കും അവരെ റൂമിനകത്ത് പുക വരണം. പുക കണ്ടപ്പോൾ അമ്മ ചെന്ന് നോക്കിയപ്പോഴേ ഒരു അടുപ്പ് കത്തണ്. അമ്മ പറഞ്ഞു, ഈ വീട്ടിൽ 2 അടുപ്പ് പറ്റില്ലേ. അങ്ങനെ പറഞ്ഞപ്പോ ഇവന്റെ പെണ്ണുമ്പിള പറയണേ, എന്നെ കല്യാണം കഴിച്ചത് എന്നെ നോക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ അനിയനെയും അമ്മേനെ നോക്കാനല്ല എന്ന് പറഞ്ഞ് വഴുക്കായിപ്പോൾ ഇവന്റെ പെണ്ണുമ്പിളയുടെ കൂടെ നിന്നിട്ട് അമ്മേനെ വഴുക്ക് പറഞ്ഞു. അങ്ങനെ വഴുക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് അവൻ. അമ്മ മരിച്ചിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അമ്മാവ നീ മിണ്ടാലേ. വാ മോനെ കശ കയറി വാ. അമ്മാവ, ഞാൻ അമ്മയ്ക്കായി ഒരു കോടിമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാനിത് അമ്മാവിന് തരാൻ ഉദ്ദേശിക്കാം. അമ്മാവിന് ഇത് സ്വീകരിക്കും. എനിക്കൊന്നും വേണ്ട. എന്നെ ജീവനോടുകൂടി പുതപ്പിച്ച് കുളിപ്പിച്ച് കിടത്താൻ നോക്ക. നീ കൊണ്ട് പോകണം.